സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ നന്ദനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, നന്ദുവിന് ശരിക്കും എന്താ പ്രശ്നം, കെവിൻ പറഞ്ഞത് തന്നെയാണോ, സത്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ അറിഞ്ഞില്ലേ, പിന്നെയും നിനക്ക് എന്തിനാ ഇങ്ങനെ ടെൻഷൻ, നമുക്ക് എന്തുണ്ടെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താം എന്നൊക്കെ ദേവിക പറയുന്നുണ്ട്. എന്നിട്ട് അവനെ ആശ്വസിപ്പിച്ച് ഉറക്കുകയാണ്. പക്ഷെ നന്ദനാണെങ്കിൽ ഉറക്കം വരുന്നില്ല. അവൻ ദേവിക ഉറങ്ങി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം പതുക്കെ റൂമിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ മുറ്റത്ത് ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം പ്രഭാവതി ആവട്ടെ വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റ് വരികയാണ്. അവർക്കും തീരെ ഉറക്കമില്ല. പ്രഭാവതി ജനാലയിലൂടെ ആ കാഴ്ച കാണുന്നു, നന്ദൻ തനിയെ ഇരിക്കുന്നത്. വേഗം തന്നെ പ്രഭാവതിയാണെങ്കിൽ നന്ദൻ അരികിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താടാ മോനെ, എന്താ പറ്റിയത്? പണ്ടൊക്കെ നീ കരയുന്ന സമയത്ത്, അതായത് കൊച്ചു കുഞ്ഞാവുന്ന സമയത്ത് നീ ഒന്ന് കൈ അനക്കിയാൽ പോലും അമ്മ എഴുന്നേൽക്കുമായിരുന്നു. അപ്പോഴൊക്കെ എനിക്കറിയാം നിൻ്റെ കരച്ചിൽ എന്തിനാണെന്ന്. ചിലപ്പോൾ പാല് കുടിക്കാൻ, അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് വേദനിച്ചിട്ട്, അങ്ങനെ പല കരച്ചിലുകളും ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വളർന്നു വലുതായപ്പോൾ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. സത്യത്തിൽ ഇപ്പം നിൻ്റെ മനസ്സിൽ എന്താ നിൻ്റെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പ്രഭയാണെങ്കിൽ ചോദിക്കുന്നു. എന്തുണ്ടെങ്കിലും ഈ അമ്മയോട് തുറന്നു പറയണം, ഈ അമ്മ സൊല്യൂഷൻ കണ്ടെത്തുമെന്നൊക്കെ പറയുമ്പോൾ നന്ദനാണെങ്കിൽ മനസ്സ് തുറക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. കാരണം അവനാണെങ്കിൽ ഒരുപാട് നാളായി ഇത് തനിയെ മനസ്സിലിട്ട് നടക്കുന്നു. എന്തുകൊണ്ട് തൻ്റെ കുടുംബത്തിനെ ബാധിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നമാണെന്ന് നന്ദൻ അറിയാം. അങ്ങനെ നന്ദൻ വേഗം തന്നെ പ്രഭാവതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്താണ് മോനെ, എന്തിനാ നീ ഇങ്ങനെ തകർന്നിരിക്കുന്നത്, നിനക്ക് ഞങ്ങൾ എല്ലാവരും ഇല്ലെന്നൊക്കെ ചോദിച്ച് സത്യം പറയാനായിട്ട് പ്രഭാവതി പറയുകയാണ്. അങ്ങനെ നന്ദൻ പറയുന്നുണ്ട്, അമ്മേ ഞാനൊരു തെറ്റ് ചെയ്തു, എന്താ കാര്യം പറയേ. അങ്ങനെ നന്ദൻ പറയുകയാണ്, ഞാൻ കൊന്നു. ആരെ എന്നിങ്ങനെ പ്രഭാവതി ചോദിക്കുന്നുണ്ട്. ഋഷിയെ. പെട്ടെന്ന് തന്നെ പ്രഭയാണെങ്കിൽ അങ്ങോട്ട് വീഴാനായിട്ടൊക്കെ പോവുകയാണ്. അമ്മ എന്നോട് ക്ഷമിക്കണം, അമ്മയെ അവൻ അപമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് താങ്ങാനായിട്ട് കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ പ്രഭയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്തിനാ മോനെ, എന്തിനാ നീ ഇങ്ങനെ ഒരു കടുകൈ ചെയ്തെന്നൊക്കെ ചോദിക്കുകയാണ്. അവൻ ജീവിച്ചിരുന്നാൽ നമ്മുടെ കുടുംബത്തിന് ആപത്താണെന്ന് എനിക്ക് തോന്നി. പെട്ടെന്നുള്ള ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ മീരയുടെ ആത്മാവൊന്നും ഇവിടെ ഇല്ല. അതുപോലെ കെവിൻ്റെ കമ്പനിയിൽ യാതൊരു പ്രശ്നങ്ങളും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ പ്രഭയാണെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പോൾ മറ്റു വഴിയില്ലെന്ന്. അങ്ങനെ നീ പേടിക്കേണ്ട, അമ്മ നിൻ്റെ കൂടെ ഇട്ടതൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭയാണെങ്കിൽ നന്ദനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവരാണെങ്കിൽ ഹാളിലേക്ക് വരികയാണ്. നന്ദൻ പറയുന്നുണ്ട്, അമ്മയ്ക്കൊപ്പം കുറച്ച് നേരം ഞാൻ ഇരുന്നോട്ടെ എന്ന്. അങ്ങനെ പ്രഭാവതിയുടെ മടിയിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം ദേവികയാണെങ്കിൽ നന്ദനെ കാണാതെ പുറത്തേക്ക് വരുന്നുണ്ട്. ദേവിക കാണുന്ന കാഴ്ച അമ്മയും മോനും അങ്ങനെ ഇരിക്കുന്നതാണ്. എന്താ അമ്മേ, എന്ത് പറ്റി, നന്ദു എന്താ ഇവിടെ വന്ന് കിടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അവൻ ഉറക്കം വരാതായപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്, മോള് പേടിക്കൊന്നും വേണ്ടെന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ദേവിക്കും ചെറിയൊരു ആശ്വാസമാവാണ്. കാരണം നന്ദൻ പ്രഭയുടെ കൂടെയാണല്ലോ. അങ്ങനെ പ്രഭാവതി പറയുന്നുണ്ട്, നന്ദു ഇനി നീ ഇവിടെ ഇരിക്കേണ്ട, ദേവിക്കൊപ്പം ചെല്ല്, എന്നിട്ട് അവൾക്കൊപ്പം ചെന്ന് സംസാരിക്കും, പേടിക്കാതിരിക്കുക, അമ്മ ഇല്ലേ കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രഭാവതി അങ്ങനെ ആശ്വസിപ്പിച്ച് വിടുകയാണ്. നന്ദൻ പോയതിന് ശേഷം ദേവിക്കാണെങ്കിൽ പ്രഭയോട് ചോദിക്കുന്നുണ്ട്, അമ്മയെ നന്ദു എന്തെങ്കിലും തുറന്ന് പറഞ്ഞോ എന്ന്. എന്ത് പറയാൻ, ഒന്നും പറഞ്ഞില്ല എന്നിങ്ങനെ പ്രഭാവതിയാണെങ്കിൽ കള്ളം പറയുകയാണ്. മോൾ അതൊന്നും ആലോചിക്കേണ്ട, അവനോടൊപ്പം ചെല്ല്, ഇപ്പോൾ അവൻ്റെ ഒപ്പം ഒരാൾ വേണമെന്നിങ്ങനെ പറഞ്ഞ് വിട്ടയക്കുകയാണ്. പിന്നീട് പ്രഭയെ തിരഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥനും വരുന്നുണ്ട്. താനിതിവിടെ ഇരിക്കുകയായിരുന്നു, പെട്ടെന്ന് കാണാതായപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഒന്നുമില്ല. അങ്ങനെ സിദ്ധു ആണെങ്കിൽ പറയുന്നുണ്ട്, സത്യത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു പ്രഭാവതി, ആ ഋഷി ആരെ അപായപ്പെടുത്തിയിട്ടുണ്ട്. അവൻ എന്നോട് വന്നിട്ട് ചോദിക്കുന്നു എന്നെ എന്തിനാ അപായപ്പെടുത്തിയെന്നൊക്കെ. എന്തായാലും രാവിലെ ആവട്ടെ, നന്ദനോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയണം. നന്ദൻ്റെ ഈ നിശബ്ദതയ്ക്ക് പിന്നാലെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായിട്ട് തനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ പ്രഭാവതിയോട് പറയുമ്പോൾ തന്നെ പ്രഭയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. എന്തായാലും കാത്തിരിക്കാം കിഴിഞ്ഞ എപ്പിസോഡ്സിന്.